നീരാളിപ്പിടുത്തം. ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ ഒന്ന്, ആനയും വ്യാളിയും ഒരുമിക്കുന്നു. രണ്ട്, ഭാരതം യു എസ് ഭാരതത്തോട് അടുക്കാൻ ശ്രമിച്ചത് എന്ത് കണ്ടിട്ടായിരുന്നു? ഏഷ്യയിൽ അവരുടെ ശബ്ദമാകാൻ, ഏഷ്യയിൽ ഒന്ന് ചുവടുറപ്പിക്കാൻ ഉള്ള ഒരു കൈത്താങ് ഒന്ന്. രണ്ട്, അതിനുവേണ്ടി ചില സൗജന്യങ്ങളൊക്കെ ചെയ്തു തരും. മൂന്ന്, ഒരു സൗജന്യം എന്നുള്ളത്, ഒരു പേട്രണൈസിങ് മനോഭാവം, അത് മാത്രമായിരുന്നു യു എസിന് ഇതുവരെയും. അതുകൊണ്ടാണ് ഒരല്പം നാട്ടിൽ ഒന്ന് ക്ഷതമേൽക്കും അല്ലെങ്കിൽ കോട്ടമേൽക്കുമെന്ന് തോന്നിയപ്പോൾ ടാരിഫിനുമേൽ ടാരിഫുമായി യു എസ് വിരട്ടാൻ ശ്രമിച്ചത്. പക്ഷെ കാലം മാറിയതോ, ഇവിടുത്തെ ഭരണം മാറിയതോ, ഭരണത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഭരണ നേതൃത്വത്തിൻ്റെയും സ്വഭാവം, രീതി, ആർജവം മാറിയതോ തിരിച്ചറിഞ്ഞില്ല ഡൊണാൾഡ് ട്രംപ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ, അതല്ലെങ്കിൽ വൈറ്റ് ഹൗസ് എന്ന് വേണം കരുതാൻ. സമ്മർദ്ദം ചെലുത്തുമ്പോൾ വഴങ്ങിയിരുന്ന ഭാരതത്തെ മാത്രമേ അവർ കണ്ടിരുന്നുള്ളൂ. പല ഘട്ടങ്ങളിലായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോൾ സാധ്യമല്ല. ഭാരതത്തിന് പ്രധാനം ഭാരതത്തിൻ്റെ താല്പര്യമാണ്. ഭാരതത്തിന് പ്രധാനം ഭാരതത്തിൻ്റെ കർഷകരുടെ താല്പര്യമാണ്. ഭാരതത്തിന് പ്രധാനം ഭാരതത്തിലെ ക്ഷീര കർഷകരും ക്ഷീരമേഖലയുമാണ് എന്നുറക്കെ പറയാൻ, ധൈര്യത്തോടെ പറയാൻ ആർജവമുള്ളൊരു സർക്കാർ, അതിനെ പ്രതിനിധീകരിച്ച് അവിടെ ചെന്ന ഡോക്ടർ എസ് ജയശങ്കർ എന്ന വിദേശമന്ത്രി, നമ്മുടെ വ്യാപാര മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങി ഒട്ടേറെ പേർ അണിനിരന്ന ഒരു പുതിയ ഭാരതത്തെ കണ്ടാണ് യു എസിന്, പ്രത്യേകിച്ച് ട്രംപിന് വിറളി പിടിച്ചത്. ആജ്ഞാനുവർത്തികളെ മാത്രമേ അദ്ദേഹം കണ്ടു ശീലിച്ചുള്ളൂ. ഭാരതത്തെ ആയുധമാക്കി ചൈനയെ പൂട്ടാം എന്നായിരുന്നു പദ്ധതി. ചൈന തന്ത്രപരമായി നീങ്ങി. ആദ്യം ഭാരതം വളരെ കൃത്യമായി, ഡോക്ടർ മോഹൻ വർഗീസ്, എനിക്ക് കാണാൻ ഏറ്റവും പെട്ടെന്ന് ഉപമിക്കാൻ കഴിയുന്ന ഒരു ഗെയിം ഓഫ് ചെസ് പോലെയാണെന്ന് തോന്നുന്നു. കരുനീക്കങ്ങൾ ഒന്നൊന്നായി കണ്ടു. ഭാരതവും കരുനീക്കി. ഭാരതത്തിൻ്റെ പുതിയ തലമുറയിൽ ഒട്ടനവധി ഗ്രാൻഡ് മാസ്റ്റർമാരും ചെസ് ചാമ്പ്യന്മാരുമുണ്ട്. അതിനെ ഉത്തേജിപ്പിക്കും വിധം ഉള്ള നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ട്രംപ് ഒരുപക്ഷെ പകച്ചു നിൽക്കുന്നത്. ചൈനയുടെയും അതിനൊപ്പിച്ച് ഭാരതത്തിൻ്റെയും നീക്കങ്ങൾ കണ്ടിട്ട്. ചൈന സമ്മർദ്ദം ചെലുത്തിയിരുന്നപ്പോൾ ഭാരതം യു എസുമായി അടുത്തു, വ്യാപാര ബന്ധം സുദൃഢമാക്കി, അതല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ ചില സിഗ്നലുകൾ നൽകി. ചൈന വഴങ്ങി എന്ന് വേണം വായിച്ചെടുക്കാൻ. അങ്ങ് അതിൻ്റെ ഒരു വിശദമായ ഒരു വിശകലനം അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ലോക ചതുരംഗ പലകയിലെ കരുനീക്കങ്ങളിൽ ഇവിടെ ഏറെ ഗ്രാൻഡ് മാസ്റ്റർമാർ ഇപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്നത് അമേരിക്ക കാണാതെ പോയി. അതായത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ DNA-യിൽ വന്ന മാറ്റം വായിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുന്ന അമേരിക്ക. ഇവിടെ മുൻപ് മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പാരഡൈമാണ്, ചൈനയെ കൗണ്ടർ ചെയ്യാനായി ഏഷ്യയിൽ ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ജപ്പാൻ അല്ല, ഓസ്ട്രലേഷ്യ മേഖലയിലെ ഓസ്ട്രേലിയ അല്ല, സൗത്ത് കൊറിയ അല്ല, മറിച്ച് ഭാരതം മാത്രമാണ്. അതുകൊണ്ട് സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും എല്ലാം ചേർത്തുകൊണ്ട് കൗണ്ടറിങ് ചൈന പോളിസി മാത്രമായി അമേരിക്ക മുന്നോട്ട് പോയപ്പോൾ ഭാരതത്തിന്റെ ഇന്റേണൽ റിസോൾവ് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പൂർണ്ണമായി പരാജയപ്പെട്ടു. പൂർണ്ണമായി പരാജയപ്പെടാനുള്ള കാരണം ട്രംപ് രണ്ടാം ഊഴത്തിൽ തന്റെ അഡ്വൈസേഴ്സിനെ മാറ്റി. ആദ്യ ഊഴത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അഡ്വൈസ് അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ച അഡ്വൈസ് അല്ല. അദ്ദേഹത്തിന് പാർലമെന്ററി മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും വേണ്ട കാര്യങ്ങൾ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ തക്ക ഒരു മെനുവർ ചെയ്യാൻ തക്ക ഒരു നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതല്ല. അദ്ദേഹം പോപ്പുലർ വോട്ടോടുകൂടി അദ്ദേഹം പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നു. അദ്ദേഹത്തിന് പിന്നിൽ ഒരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, കുടിയേറ്റ വിരുദ്ധതയുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ചില ഓവർച്യൂർസ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. അത് മാത്രമല്ല, അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ ചാൻറ്റിനോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ താല്പര്യങ്ങൾ, ലോക താല്പര്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ അമേരിക്ക ഫസ്റ്റ് എന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ, അതായത് ഡീഗ്ലോബലൈസേഷന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കർശനമായ ലോബി, ഇതിന്റെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ആ അധികാരം അങ്ങോട്ട് പ്രയോഗിച്ചു കളയാം എന്ന ധാരണ, അവിടെയാണ് ഈ വിരട്ടലിന്റെ രാഷ്ട്രീയം. അപ്പൊ ട്രംപ് പറയുന്നത് നോക്കൂ, താൻ 6 യുദ്ധങ്ങൾ, തന്റെ 6-7 മാസത്തെ കാലാവധിയിൽ താൻ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, ഇനിയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുണ്ട്, താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ ഉപയോഗിച്ച ആയുധം ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ആയുധം ടാരിഫാണ്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ടായിരിക്കണം ഒരുപക്ഷെ ടാരിഫ് ഒരു ആയുധമായി സമാധാനം കൊണ്ടുവരാനുള്ള
ഒരു ആയുധമായി ടാരിഫ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ച ഒരു ആയുധം ഇന്ത്യക്ക് നേരെ ആ ആയുധം ഉപയോഗിച്ചപ്പോഴാണ് പാളിയത്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയുടെ ഒരു സാമ്പത്തിക സ്ഥിതി ഒന്ന് കുറച്ചുകൊണ്ട് വരാനായി റഷ്യക്ക് ലഭിക്കുന്ന വരുമാനം തുച്ഛീകരിക്കാൻ വേണ്ടി ഭാരതത്തിനെതിരെ കർശനമായ ഉപാധികൾ വെച്ചപ്പോൾ ഭാരതത്തിന് മറ്റ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു. അതാണ് ചൈന ബന്ധം. അപ്പൊ ചൈനയുമായി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വൈജാത്യം തുടരും എന്ന ഒരു ധാരണയാണ് അമേരിക്ക ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഇങ്ങോട്ടൊരു പാലമിട്ടപ്പോൾ ആ പാലത്തിൽ അങ്ങോട്ട് നടക്കാനുള്ള ഒരു ധൈര്യവും സ്ഥൈര്യവും, കാരണം നമ്മുടെ പ്രയോറിറ്റി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ചൈന ഇന്ത്യക്ക് കോമ്പറ്റീറ്റർ ആണ് എന്ന് അറിയാതെയല്ല, അല്ലെങ്കിൽ പുലിമടയിലേക്ക് വെറുതെ കയറി ചെല്ലുകയല്ല. നമ്മുടെ പ്രയോറിറ്റീസ് നന്നായിട്ടറിയാം. ഇന്ത്യയുടെ വളർച്ചാ നിരക്കിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വ്യാപാര യുദ്ധം ഉണ്ട് എന്ന് പറയുമ്പോഴും ചൈനയ്ക്ക് ഇന്ത്യക്കുള്ള ടാരിഫിനേക്കാൾ കുറവാണ് ആത്യന്തികമായി ഇപ്പോൾ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബാക്കി ടാരിഫുകൾ നിലവിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന ഒരു ആശങ്ക ഭാരതത്തിന് ഇല്ലാതില്ല. അതുകൊണ്ടാണ് ജപ്പാനുമായി ഒരു വൈവിധ്യമാർന്ന രാജ്യങ്ങളുമായി ബന്ധം, ചൈന ജപ്പാൻ ബന്ധവും അത്ര സുഗമമല്ല ചരിത്രപരമായി എന്ന ഓർമ്മയുണ്ട്. കാരണം ജപ്പാനും ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ചേർന്ന ക്വാഡ് സഖ്യം തന്നെ ചൈനയെ ഒരുതരം ദക്ഷിണ സമുദ്രങ്ങളിൽ കണ്ടെയ്ൻ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ജാപ്പനീസ് വിസിറ്റ്. നോക്കൂ, ഈ ജാപ്പനീസ് വിസിറ്റ് പ്രൈം മിനിസ്റ്റർ മോദി ഈസ് ക്ലബ്ഡ് വിത്ത് ദി ചൈനീസ് വിസിറ്റ്. നോക്കൂ, ജപ്പാനിൽ 2 ദിവസം, ചൈനയിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കാനായി 2 ദിവസം. ഇവിടെ ജപ്പാൻ സന്ദർശനം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക്, അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെ തന്നെ 10 ട്രില്യൺ യെന്നിന്റെ ഒരു അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ് ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, ജപ്പാൻ, ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ സ്വതന്ത്ര വ്യാപാര കരാറുകളും വലിയ വ്യാപാരവും നടത്താൻ ഇന്ത്യ മടിക്കുന്നില്ല എന്നതുകൂടി ട്രംപിനുള്ള സൂചനയായി കാണണം. അതോടൊപ്പം ചൈനയുമായി ഉള്ള വ്യാപാര ബന്ധം മാത്രമല്ല, തന്ത്രപരമായ ഒരു ബന്ധമാണ്. ഈ ബന്ധം അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിലപേശൽ തന്ത്രം എന്ന നിലയിലാണ് ഇപ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം അമേരിക്കയുടെ ട്രേഡ് നെഗോസിയേറ്റേഴ്സ് ഇവിടെ എത്തും. വീണ്ടും ട്രംപിന്റെ ഫോൺ കോൾ ഉണ്ടാകും നരേന്ദ്രമോദിക്ക്. അമേരിക്കയുടെ ആവശ്യമാണ്. ശ്രീ പ്രദീപിള്ള സൂചിപ്പിച്ചല്ലോ, ഇത് ആരുടെ ആവശ്യമാണ് എന്ന്. അമേരിക്കയുടെ ആവശ്യമാണ്. ഇന്ത്യ എന്ന വിപണി ലോകത്തെ ഏറ്റവും വലിയ മധ്യവർഗ വിപണിയാണ് ഇന്ത്യ എന്ന് നോക്കണം. അവിടെയാണ് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, വിറ്റഴിയുന്നത്. അത് അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ദീർഘകാലം മുന്നോട്ട് പോകാനൊക്കില്ല. അമേരിക്കയുടെ ദേശീയ കടം അവരുടെ മൊത്തം ഇക്കോണമിയേക്കാൾ, മൊത്തം GDP-യേക്കാൾ കൂടുതലാണ് അവരുടെ ആത്യന്തിക കടം. 120% പൊതുകടം. ഇന്ത്യയുടെ കടം 80% മാത്രമാണ്. ഭാവിയിലേക്കുള്ള ഒരു സൂചനകൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക വിൽ ഹാവ് ടു കൺസിഡർ ദ മാർക്കറ്റ്, ഇന്ത്യ ആസ് എ മാർക്കറ്റ് വെരി സീരിയസ്ലി. അത് മാത്രമല്ല, ഇന്ത്യയുടെ മാൻ പവർ, ഇന്ത്യയുടെ ടെക്നോ പവർ, അത് മാത്രമല്ല ഭാവി വളർച്ചാ സാധ്യത. കാരണം ഗുണമേന്മയുള്ള ഒരു ജനതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടെക്നിക്കലി സ്കിൽഡ്, പ്രൊഫഷണലി എക്വിപ്ഡ് ഭാരത്